UDF നേതാക്കൾ തന്നെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ടെന്ന് PV അൻവർ. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കാനിരിക്കെ അൻവറിനെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് നേതാവിന്റെ ഈ പ്രതികരണം. VD സതീശനെതിരെ അദ്ദേഹം ഇന്നും തുറന്നടിച്ചു. പിണറായി വിജയന്റെ സർക്കാരിനെ പുറത്താക്കണമെന്നാണ് അൻവറിന്റെ നിലപാട്. മറ്റൊരു പിണറായിയെ ആ സ്ഥാനത്ത് ഇരുത്തില്ല എന്ന് VD സതീശനെ സൂചിപ്പിച്ച് അൻവർ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും പോലീസിനെ കുറിച്ചും വനം മേഖലയെ പറ്റിയുമാണ്. അതുകൊണ്ട് തന്നെ 2026 അധികാരത്തിലെത്തിയാൽ ഈ രണ്ട് വകുപ്പും തനിക്ക് കിട്ടണമെന്ന ഉപാധിയും അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും മുതിർന്ന നേതാക്കൾ എന്നെ വിളിച്ചിരുന്നു. ഒറ്റ കാര്യമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. VD സതീശൻ UDF ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ കയറ്റാൻ ഞാനില്ല. മുഖ്യമന്ത്രി പദം ഏതായാലും തരില്ല. വനം, ആഭ്യന്തരം വകുപ്പുകൾ തനിക്ക് കിട്ടണമെന്ന ഉപാധി വെച്ചിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ച സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏറ്റെടുത്ത വിഷയം പോലീസ് വകുപ്പും വനം വകുപ്പുമാണ്. ഇത് രണ്ടും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് തരാൻ തയ്യാറാകണം. ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്ത് കരാർ എഴുതി തരണം. അത് പരസ്യമാക്കണം. ഉപാധി അംഗീകരിച്ചാൽ UDFന്റെ മുന്നണി പോരാളിയായി താനുണ്ടാകും. ഒന്നുകിൽ 2 വകുപ്പുകൾ തരണം, അല്ലെങ്കിൽ VD സതീശനെ മാറ്റി മറ്റൊരാളെ UDF ചെയർമാനാക്കണം. ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കിയാൽ മാത്രമേ ഞാൻ മുന്നണിയിലേക്കുള്ളൂ. കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, ഷിബു ബേബി ജോൺ തുടങ്ങി എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ ധാരണയാകണം. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സതീശനെ മാറ്റാമെന്ന ധാരണയുണ്ടാക്കണം. പത്രിക പിൻവലിക്കില്ല. പത്രിക നൽകാൻ പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ് മരിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകുമെന്ന്. താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും അൻവർ തുറന്നടിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അൻവർ മുന്നോട്ട് വെച്ച ഉപാധികൾ ഒരിക്കലും UDF നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. അൻവർ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് UDF നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന പ്രതികരണം. അപ്രായോഗികമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആദ്യം UDF പ്രവേശനത്തിനാണ് അൻവർ ശ്രമിച്ചിരുന്നത്. പിന്നീട് ചില നിയമസഭാ മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടുവെന്ന് വാർത്തകൾ വന്നു. ഇപ്പോഴിതാ പരസ്യമായി 2 വകുപ്പുകൾ കിട്ടണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.